ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും പ്രത്യാശ വെച്ചുകൊണ്ട് പുതിയൊരു ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ ദിവസം ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പുതിയ ദിവസം സന്തോഷഭരിതമാക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. തനിമയിലേക്ക് എന്ന കൂട്ടായ്മ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണം അല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയും ഇല്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പണ്ട് മുതലേ പ്രപഞ്ചത്തിൽ നിലനിന്നിരുന്നു. ഈ ലോകം ശാശ്വതമല്ല എന്നും ഈ ലോകം സ്ഥിരമല്ല എന്നും ഉള്ള ഒരു വിശ്വാസം മാനവകുലത്തിൻ്റെ ആരംഭം മുതലേ പ്രപഞ്ചത്തിൽ നിലനിന്നിരുന്നു. കാരണം മാറ്റങ്ങളുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ തന്നെ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ രൂപത്തിലും ആകാരത്തിലും വളർച്ചയിലും മാറ്റങ്ങൾ വരുന്നു. അതുപോലെ മാനസിക അവസ്ഥയിലും മാറ്റങ്ങൾ വരുന്നു. ഒരു ശിശു ചിന്തിക്കുന്നത് പോലെയല്ലല്ലോ അനുഭവസമ്പന്നനായ ഒരു വൃദ്ധൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു ശിശു ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ശിശുവിന് ആവശ്യമായ ആഹാരം അല്ല പ്രായപൂർത്തിയായ ഒരാൾ ആഗ്രഹിക്കുന്നത്. എല്ലാറ്റിലും എല്ലായ്പ്പോഴും എല്ലായിടത്തും മാറ്റങ്ങൾ ഉള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായി കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കി തരിക. അത് നാം ചെയ്യുവാനായിട്ട് ദൈവം നിശ്ചയിച്ചിട്ടുള്ള സൽപ്രവർത്തികളിലൂടെ നാം ആ മാറ്റങ്ങൾ വരുത്തുവാൻ, ദൈവഹിതപ്രകാരം മാറ്റങ്ങൾ വരുത്തുവാൻ നാം ശ്രമിച്ചു കൊണ്ടിരിക്കുക. അതിന് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പരിജ്ഞാനവും നമുക്ക് ആവശ്യമാണ്. നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം അതിനാവശ്യമായിരിക്കുന്ന ജ്ഞാനവും ശക്തിയും ഊർജവും നമുക്ക് പ്രദാനം ചെയ്തു തരുന്നു. മനുഷ്യനെപ്പോഴും ബലഹീനനാണ്, അവൻ വളരെ നിസ്സാരനാണ്, വെറൊരു പൊടി മാത്രമാണെന്ന് ദൈവം കരുതുന്നു. ആ പൊടി എന്ന് കരുതുന്ന ആ മനുഷ്യനെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത്. ആ പദ്ധതിയിൽ ഓരോരുത്തർക്കും ചെയ്യുവാനുള്ള ഓരോ റോളുണ്ട്. ആരെയും അവഗണിച്ച് കളയുവാനില്ല, ആരെയും മാറ്റി നിർത്തുവാൻ ആകുന്നില്ല. എല്ലാവരും ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലനയിൽ ഭാഗഭാക്കുകളെയാണ്. അത് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. ഇന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് നമുക്ക് ചെയ്യാവുന്ന കടമ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം നമ്മുടെ ഇടയിലില്ല. ദൈവരാജ്യം എന്നുള്ളതാണ് പണ്ട് മുതലേ മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒന്നും ഈ സാമൂഹ്യ ജീവിതത്തിൽ കണ്ടെത്തുവാൻ മനുഷ്യന് കഴിയുന്നില്ല. ദൈവത്തെ കൂടാതെയുള്ള പ്രയത്നത്തിൽ സംതൃപ്തി എന്നുള്ളത് മനുഷ്യന് കണ്ടെത്തുവാൻ
ഒരിക്കലും കഴിയുകയില്ല. എന്നാൽ ദൈവത്തെ നാം ശരിയായിട്ട് മനസ്സിലാക്കുമ്പോൾ, ദൈവം നമ്മെ ഉപേക്ഷിക്കാതെ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നാം ഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നാം അംഗീകരിക്കുമ്പോൾ, ആ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവസാന്നിധ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് ദൈവം തരുന്ന കടമകൾ നാം ചെയ്ത് തീർക്കുമ്പോൾ, നാം ദൈവത്തോടുകൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലനയിൽ, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൽ പങ്കാളികളാകുക. അത് ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വരണമെങ്കിൽ നാം ആരാണെന്നും നമ്മളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ടെന്നും, ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം നമ്മെ തിരികെ വിളിക്കുന്നുവെന്നും നാം മനസ്സിലാക്കുന്നു. നമുക്ക് ആക്റ്റീവായി പ്രവർത്തിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങളിൽ നാം ചെയ്തു പോരേണ്ടതിനായിട്ട് എന്തൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നാം ദൈവവചനത്തിൽ കൂടെ തന്നെ പഠിക്കുന്നുണ്ട്. ഒരു ശൈശവത്തിൽ നമുക്കെന്ത് ചെയ്യണം, ബാല്യത്തിൽ എന്ത് ചെയ്യണം, യൗവനത്തിൽ എങ്ങനെ ജീവിക്കണം, മധ്യപ്രായത്തിൽ നാം എങ്ങനെ ചെയ്യണം, വൃദ്ധകാരനായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നാം തിരുവചനത്തിൽ കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ പ്രായത്തിലും നാം ചെയ്യുവാനുള്ള കടമകൾ നാം തിരിച്ചറിഞ്ഞാൽ ദൈവരാജ്യം ഇനി എവിടെയാണെന്ന് നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലനയിൽ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തെ അറിഞ്ഞ് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ ഇനി എവിടെയാണ് ദൈവരാജ്യം എന്ന് അന്വേഷിച്ച് എങ്ങും പോകണ്ട. നന്നായിരിക്കുന്ന ഇടത്ത് തന്നെ നമുക്ക് ദൈവരാജ്യത്തെ കണ്ടെത്തുവാനായിട്ട് കഴിയും. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, പരസ്പര ബന്ധങ്ങളിൽ ഒക്കെയും ദൈവരാജ്യം കണ്ടെത്തുവാൻ കഴിയും. പരീശന്മാർ ആണ് കർത്താവിനോട് ചോദിക്കുന്നത്, ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? അതിന് കർത്താവ് നൽകുന്ന മറുപടി, മനുഷ്യരാരും കാണുന്നത് പോലെയല്ല ദൈവരാജ്യം വരുന്നത്. മനുഷ്യർക്ക് പ്രതീക്ഷിച്ചിരുന്ന കാണാവുന്ന രീതിയിലല്ല ദൈവരാജ്യത്തിൻ്റെ വരവ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവ് പലരെയും ശക്തരാക്കി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ജനങ്ങളെ ഒക്കെയും പ്രബുദ്ധരാക്കി. അതുപോലെ ദൈവരാജ്യത്തിൻ്റെ വരവ് എപ്പോഴും നമ്മൾ കണ്ടെന്ന് വരികയില്ല. പെന്തക്കോസ്തിന് മുൻപേ തന്നെ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങളുടെ ഇടയിലുള്ള ദൈവരാജ്യത്തെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ദൈവരാജ്യം നിങ്ങൾക്ക് എന്നും ദൂരെയുള്ള ഒരു സ്വപ്നം മാത്രമായിരിക്കും, നിങ്ങളുടെ അനുഭവമായിരിക്കുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഇടയിലുണ്ട്. ആ ദൈവരാജ്യം വരുന്നതിന് നാം ചെയ്തു പോരാൻ പല സൽക്രിയകളും ദൈവം നേരത്തെ മുൻകൂട്ടി തന്നെ ക്രമീകരിച്ചിട്ടുമുണ്ട്. നാം അതിനെ മനസ്സിലാക്കാതെ ഈ ലോകത്തിന് അനുരൂപമായി നമ്മുടെ പരിചയവും നമ്മുടെ ജ്ഞാനവും നമ്മുടെ സാഹചര്യവും ഒക്കെ വളർത്തി ദൈവരാജ്യം നമ്മിൽ നിന്നും അന്യം നിർത്തിക്കൊണ്ട് നാം വളരുക. എന്നിട്ട് ദൈവരാജ്യം എപ്പോൾ വരും, എങ്ങനെ വരും എന്നുള്ള അന്വേഷണം. അന്വേഷിച്ചുകൊണ്ട് എങ്ങും പോകേണ്ട, നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ
ദൈവരാജ്യം നമുക്ക് ദർശിക്കുവാൻ കഴിയും. നിങ്ങളുടെ സമൂഹത്തിൽ ദൈവരാജ്യം ദർശിക്കുവാൻ കഴിയും. അത് ഈ ലോകത്തിന് അനുരൂപമായ രീതിയിലല്ല എന്നുള്ളത് മാത്രം. ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ വ്യത്യാസമാണ്. നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ നാം ഇന്ത്യയിൽ നിന്നും മറ്റൊരു രാജ്യത്തിൽ പോയാൽ ഓരോ രാജ്യത്തിൻ്റെ നിയമവും പല രീതിയിലാണെന്നുള്ളത് മനസ്സിലാകും. നമ്മുടെ ഇന്ത്യയിലുള്ള നിയമങ്ങളായിരിക്കുകയില്ല ഒരു യൂറോപ്യൻ രാജ്യത്തോ ആഫ്രിക്കൻ രാജ്യത്തോ നാം പോയാൽ അവിടെ നിലനിൽക്കുന്നത്. നാം എവിടെ ചെല്ലുന്നുവോ ആ രാജ്യത്തിൻ്റെ നിയമം പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരു യൂറോപ്യൻ രാജ്യത്ത് നാം പ്രവർത്തിച്ചാൽ നാം ശിക്ഷാർഹരാകും. കാരണം അവിടെ ആയിരിക്കുമ്പോൾ നാം ആ രാജ്യത്തിൻ്റെ നിയമം പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. ദൈവരാജ്യത്തിൻ്റെ നിയമം എന്തുവാണ്? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിലെ പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഭക്ഷണവും പാനീയവും അല്ല, മനുഷ്യൻ്റെ ബാഹ്യ ജീവിതത്തെ പോഷിപ്പിക്കുന്നതായ ഘടകങ്ങളൊന്നുമല്ല ദൈവരാജ്യം. സാമ്പത്തിക നേട്ടം നേടുന്നതിന് വിദേശത്ത് പോകുന്നതല്ല ദൈവരാജ്യം. ദൈവം തന്നിരിക്കുന്ന നിബന്ധനകളെ നമ്മുടെ ഭവനങ്ങളിൽ നാം പാലിച്ചുകൊണ്ട് അവിടെ ദൈവരാജ്യം സ്ഥാപിക്കുക. നമുക്ക് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ഏറ്റവും നമുക്ക് പറ്റിയ സ്ഥലം നമ്മുടെ കുടുംബം തന്നെയാണ്. അവിടെ വിവിധ പ്രായക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട്. ജീവിതത്തിൻ്റെ പല അവസ്ഥയിലുള്ള ആളുകളുണ്ട്. ശൈശവത്തിലുള്ള ആളുകൾ മുതൽ വാർദ്ധക്യത്തിലുള്ള ആളുകൾ വരെ ഉണ്ട്. രോഗികളായ ആളുകൾ മുതൽ നല്ല ആരോഗ്യമുള്ള ഊർജ്ജസ്വലരായ ആളുകൾ വരെ ഉണ്ട്. എല്ലാവർക്കും വിവിധ താലന്തുകളെ ദൈവം തന്ന് നമ്മുടെ കുടുംബത്തിലാക്കിയിരിക്കുക. ഉദാഹരണത്തിന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് തമ്മിൽ ചെയ്യുവാനുള്ള സേവനം ചെയ്യുന്നത് വഴിയാണ് ദൈവരാജ്യം ഭൂമിയിൽ വരുന്നത്. നിൻ്റെ രാജ്യം വരേണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. ഇന്നും 2000-ലധികം വർഷം കഴിഞ്ഞിട്ടും നാം ദൈവരാജ്യം എന്താണെന്നുള്ളത് ഇന്നും ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഭക്ഷണവും പാനീയവുമല്ല എന്നുള്ളത് ഇന്നും നമ്മൾ മനസ്സിലാക്കിയില്ല. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന ഇന്നത്തെ ജനത ദൈവരാജ്യത്തെക്കുറിച്ച് വാഗ്ധോരണിയെ ഘോരഘോരം പ്രസംഗിക്കുവാൻ നമുക്ക് കഴിയും, പക്ഷേ അനുഭവമാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അനുഭവമാക്കുവാൻ നിങ്ങളുടെ ഇടയിലേക്ക് തന്നെ നോക്കാം. നിങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള കടമകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. നിങ്ങളുടെ സ്നേഹം, ക്ഷമ, പരസ്പര സഹകരണം, തമ്മിൽ ഭാരങ്ങൾ വഹിക്കുന്നത്, അന്യോന്യം സ്നേഹത്തോടുകൂടി പെരുമാറുന്നത്, ദോഷം കണക്കിടാതെ ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടു പോകുന്നത്, ഇതൊക്കെയും ദൈവരാജ്യത്തിൻ്റെ ഘടകങ്ങളാണ്. അതുകൊണ്ട് കർത്താവ് പറയുക, പൗലോസപ്പോസ്തലൻ പറയുക, ദൈവരാജ്യം എന്ന് പറയുന്നത് ഭൗതിക നേട്ടമല്ല, ഭൗതിക ആവശ്യങ്ങളുടെ നിവൃത്തീകരണമല്ല, ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അത് നീതിയാണ്. ഏത് നീതി? കർത്താവ് അതാണ് പറഞ്ഞത്, മുൻപേ ദൈവത്തിൻ്റെ
രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുക. മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടെ ഈ ഭൗതിക ആവശ്യങ്ങളെയൊക്കെ നിവർത്തിക്കപ്പെടും. ഭൗതിക ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്താൽ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നമുക്ക് അന്യമായി പോകും. നാം ദൈവരാജ്യത്തിന് അധീനരല്ല. അധീനരാകാതെ ഈ ലോകത്തിൻ്റേതായ നീതി നാം അന്വേഷിക്കുന്നവരാകും. അതിനാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിൽ ആകുമ്പോഴുള്ള പുതിയ സൃഷ്ടിയാകണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പഴയത് കഴിഞ്ഞുപോയി, ഇനിയെല്ലാം പുതിയതാകും. പഴയ സ്വഭാവം, പഴയ പെരുമാറ്റം, പഴയ മനോഭാവം, പഴയ ജീവിത രീതി ഇതൊക്കെ മാറിപ്പോകുവാനുള്ളതാണ്. പുതിയതിനെ സ്വീകരിക്കണം. പുതിയതിനെ കണ്ടെത്തുവാനായിട്ട് നമ്മുടെ തിരുവചനം നമുക്ക് സൗജന്യമായി, പുരാതനമായി നമുക്ക് നൽകിയിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചു പോരേണ്ട തിരുവചനം നമ്മളെ നിഷ്കർഷിച്ച് തരുന്ന പ്രമാണങ്ങളെ പാലിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ ദൈവരാജ്യം കെട്ടിപ്പടുക്കുവാൻ കഴിയണം. അവിടെ ദൈവിക കൃപകൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അവിടെ സംതൃപ്തി അനുഭവിക്കുവാൻ കഴിയും. നമുക്ക് ഓരോരുത്തർക്കും കടമകളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പരസ്പരം ഭാരങ്ങൾ വഹിക്കുമ്പോൾ നാം നമ്മുടെ കടമകളെ നിവർത്തിക്കുക. അല്ല, ഈ ലോകത്തിൻ്റെ ഗതി അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന അർത്ഥപ്രാണനായ മനുഷ്യനെ കണ്ടിട്ട് മാറി കടന്നു പോകുന്നതായുള്ള അനുഭവം കർത്താവ് നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ പറയുന്നുണ്ടല്ലോ. അവർ നീതീകരിക്കപ്പെട്ടതായി കർത്താവ് പഠിപ്പിക്കുന്നില്ല. വഴിയിൽ ഒരുത്തൻ വീണ് കിടക്കുന്നു, മുറിവേറ്റവനാണ്, അർത്ഥപ്രാണനാണ്, ലേവ്യനും പുരോഹിതനും അവനെ കണ്ടിട്ട് മാറി കടന്നു പോയതായിട്ട് പറയുന്നു. അടുത്ത് ചെന്നെങ്കിലേ ചെയ്തില്ല, സഹായിച്ചില്ല എന്നുള്ള മനസ്സാക്ഷിക്കുത്തുണ്ടാകുന്നുള്ളൂ. അതിനെ ന്യായീകരിച്ചുകൊണ്ട്, ഈ ലോകപ്രകാരം ന്യായീകരിച്ചുകൊണ്ട് മാറി കടന്നു പോകുന്ന ഒരനുഭവം, അതിനെ കർത്താവ് ശ്ലാഘിക്കുന്നില്ല. കർത്താവ് ശ്ലാഘിക്കുന്നത് അവൻ്റെ നല്ല സ്നേഹിതനായി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് സമയവും സമ്പത്തും തൻ്റെ ആരോഗ്യവും ഒക്കെയും വ്യയം ചെയ്ത് അവനെ സഹായിച്ച നല്ല ശമരിയക്കാരൻ. ശമരിയക്കാരൻ യഹൂദനുമായി വലിയ ബന്ധമൊന്നും പുലർത്തിയിരുന്നവനല്ല. എന്നാൽ മുറിവേറ്റ ഒരുത്തിനെ കണ്ടപ്പോൾ അവൻ്റെ മനുഷ്യത്വമാണ് അവനെ അതിന് സഹായിച്ചത്. ആ മനുഷ്യത്വം ദൈവിക പ്രേരണയാൽ ഉണർത്തപ്പെട്ടപ്പോൾ അവൻ പ്രയോജനമുള്ളവനായി തീർന്നു. അവൻ്റെ പ്രവൃത്തി ലോകമുള്ള കാലത്തോളം കീർത്തിക്കപ്പെടുന്നു. ദൈവ രാജ്യം എന്നുള്ളത് ഭക്ഷണവും പാനീയവും അല്ല. നാം ഇന്ന് മറന്നു പോകുന്ന ഒരു സത്യമാണത്. ഭൗതിക നേട്ടങ്ങൾ നേടുവാൻ പരക്കം പായുന്ന നമ്മുടെ ആയുസ്സും ആരോഗ്യവും വെറുതെ വ്യയം ചെയ്യുന്ന നമ്മുടെ തലമുറയ്ക്ക് ഒരു വലിയൊരു സന്ദേശമാണ് ദൈവം നമുക്ക് വചനത്തിൽ കൂടെ നൽകുന്നത്. പേരും പ്രശസ്തിയും നിലനിർത്തുവാൻ നാം എന്തെല്ലാം അന്യായങ്ങളാണ് ചെയ്യുന്നത്. നമ്മോട് കൂടെ ഉള്ളവരെ ചവിട്ടി താഴ്ത്തി അവരുടെ മുകളിൽ കയറി നിന്ന് നല്ലവരാകുവാൻ ശ്രമിക്കുക. അല്ല, എന്നേക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ, ഞാൻ അവനേക്കാൾ താണവനാണെന്ന് പറയുവാൻ ഉള്ള ആ
മനോദൈർഘ്യം, മാനസികാവസ്ഥ നാം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മാത്രമേ ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുവാൻ സാധിക്കും, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നേക്കാൾ വലിയ പാപിയില്ല, പിന്നെ ആരെയും നമുക്ക് കുറ്റം പറയുവാനില്ല. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? കർത്താവ് പറഞ്ഞു, അത് വരാനൊന്നുമില്ല, അത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അത് കണ്ടെത്തുക. നമുക്ക് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുക. ദൈവം നമ്മിൽ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മീഖ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളെ ഓർപ്പിക്കുക, മനുഷ്യൻ നല്ലതെന്താണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ? നീ ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിരിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ഇതല്ലാതെ എന്താ നിന്നോട് ദൈവം ചോദിക്കുന്നത്? ദൈവം ചോദിക്കുന്നത് ദൈവത്തിന് കൊടുക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഭരണം നമ്മുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അവിടെ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ.